ഗൈസ്, എന്തൊക്കെയുണ്ട്? സുഖമാണ് എല്ലാവർക്കും. അപ്പോൾ ഞങ്ങളിവിടെ അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ചെറിയൊരു മിനി വ്ളോഗാണ് കേട്ടോ. ഞങ്ങളിന്ന് സൺഡേ ആയിട്ട് ജസ്റ്റ് ഈവനിങ് ഒന്ന് സൺസെറ്റ് കാണാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ്. ഞങ്ങളുടെ വീടിൻ്റെ അവിടുന്ന് ഏകദേശം ഒരു 20 മിനിറ്റ് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ബീച്ച് എത്തി കേട്ടോ. അപ്പോൾ ഇവിടെ 2-3 ബീച്ചുകളുണ്ട്. അതിൽ നമ്മൾ ഇതുവരെ പോകാത്തൊരു ബീച്ചിലേക്കാണ് പോകുന്നത്. ടാമറിൻ എന്ന് പറയുന്നൊരു ബീച്ചിലേക്കാണ് പോകുന്നത് കേട്ടോ. മൗറീഷ്യസ് ഒരു ഐലൻഡാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ. അപ്പോൾ ഐലൻഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാ ഭാഗത്തും നമുക്ക് ബീച്ചുകളും കാണാൻ സാധിക്കും. നല്ല അടിപൊളി ബീച്ചുകളാണ് ഇവിടുത്തെ ബീച്ചുകളൊക്കെ. ഇവിടുത്തെ ബീച്ചുകളിലൊക്കെ നല്ല കുളിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഇവിടുത്തെ ബീച്ചുകളൊക്കെ ഉള്ളത്. നല്ല തെളിഞ്ഞ വെള്ളമാണ് ഉണ്ടാവാറ്. അതുപോലെ തന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസിൽ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 സൈഡിലും കാണുന്ന പാടങ്ങളാണ് കേട്ടോ. ഇത് നെൽപ്പാടങ്ങളല്ല, കരിമ്പൻ തോട്ടങ്ങളാണ്. സോൾട്ടും ഷുഗറൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതായതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ഷുഗർ ഫാക്ടറീസും അതുപോലെ സോൾട്ട് പാനൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഇതൊരു സോൾട്ട് പാനാണിത്. സോൾട്ട് നമ്മൾ വെള്ളത്തിൽ നിന്ന് ഇവാപറേറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, ആ ഒരു പ്ലേസ് ആണ് സോൾട്ട് പാൻ എന്ന് പറയുന്നത് കേട്ടോ. ഗൂഗിൾ മാപ്പ് ചതിച്ചാശാനെ എന്ന് പറഞ്ഞു കേട്ടില്ലേ, അതുപോലെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്നുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പ് ഗോ സ്ട്രേറ്റ് എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് നിർത്തിയത് ഈ ഒരു പ്ലേസിലാണ് കേട്ടോ. 50 meters, slight left toward Anthurium Lane. ഇവര് പറയുന്നത് കേട്ട് നമ്മൾ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഏകദേശം 500 മീറ്റർ മാറിയിട്ടാണ് കേട്ടോ ശരിക്കും ബീച്ച് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ ബീച്ചിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ടാമറിൻ ബീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഡോൾഫിൻ വാച്ചിങ് ആണ് കേട്ടോ. ഇവിടെ നിന്ന് നമുക്ക് ബോട്ടിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരവിടെ ഡോൾഫിൻ വാച്ചിങ്ങിന് വേണ്ടി കൊണ്ടുപോകും. പക്ഷേ ഇന്ന് സൺഡേ ആയതുകൊണ്ട് അവധിയാണ്. പിന്നെ പോരാതെ നമ്മൾ അതിന് വേണ്ടി പ്രിപ്പയർഡ് ആയിട്ടല്ല വന്നിട്ടുള്ളത്. സൺസെറ്റ് കാണാൻ വേണ്ടി വന്നതാണല്ലോ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, ഇവിടുന്ന് നേരെ അടുത്ത ബീച്ചിലേക്ക് പോവാണ്, ഫ്ലിക്കൻ ഫ്ലാക്കിലേക്ക്. ഫ്ലിക്കൻ ഫ്ലാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ഒബ്സ്ട്രക്ഷൻ ഒന്നും ഇല്ലാണ്ട് തന്നെ സൺസെറ്റ് കാണാൻ വേണ്ടി പറ്റുന്നൊരു ബീച്ചാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വിചാരിച്ച അത്ര വലിയൊരു ബീച്ചായിരുന്നു കേട്ടോ. ആ ബീച്ച് വളരെ ചെറിയൊരു ബീച്ചായിരുന്നു. അപ്പോൾ അധികം ഷോപ്പുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മാറിയിട്ട് മൗറീഷ്യസിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ബീച്ചാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ഈ ഫ്ലിക്കൻ ഫ്ലാക്ക് എന്ന് പറയുന്ന ബീച്ച്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് സൺസെറ്റ് കണ്ടിട്ട് തിരിച്ച് വീട്ടിൽ പോകാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. സൺഡേ ആയതുകൊണ്ട് അത്ര ക്രൗഡ് ഇല്ല കേട്ടോ. സാധാരണ സാറ്റർഡേ ആണെങ്കിൽ നല്ല ക്രൗഡായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഫ്ലിക്കൻ ഫ്ലാക്ക് ബീച്ചിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഫ്ലിക്കൻ ഫ്ലാക്ക് ബീച്ച്. അപ്പോൾ സണ്ണ് ഏകദേശം താഴേക്ക് വരാനുള്ള സമയത്തിലായിട്ടുണ്ട്. അപ്പോൾ വെയിറ്റ് ചെയ്യാം. സാധാരണ വരുന്ന സമയത്ത് ഞാൻ ടെൻ്റൊക്കെ എടുത്തിട്ടാണ് വരാറ്. ഇപ്പോൾ ഇന്ന് നമ്മൾ ഈവനിങ് വന്നതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണ്. സ്കൂളുണ്ട്, ഓഫീസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറേ സമയം സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. സൺസെറ്റ് കഴിഞ്ഞാൽ ഉടനെ വീട്ടിൽ പോകാന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും ചെറുതായിട്ട് സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ചായക്കട അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ചായ ഒന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കുടിക്കാമെന്ന് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ച് സമയം കൂടി കഴിയുമ്പോഴേക്ക് സൺസെറ്റ് ആവും കേട്ടോ. കേട്ടോ ഞാൻ വാങ്ങിച്ച സ്നാക്സ് ബ്രെഡും ചിക്കനും ആണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ളൊരു ഫുഡാണ്. ഇവിടെ ഏത് ഷോപ്പിൽ കയറിയാലും നമുക്ക് മെയിനായിട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണിത്. പക്ഷേ ഇത് ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. സാധാരണ വാങ്ങിക്കുന്നതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്, പക്ഷേ ഇതെന്തോ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ സണ്ണ് താഴേക്ക് ഇറങ്ങി വന്ന് സൺസെറ്റ് ആവാറായിട്ടുണ്ട്. ആളുകളൊക്കെ ക്യാമറയും പിടിച്ച് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ സൺസെറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിക്ചർ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരുപാട് ഫോറിനേഴ്സും ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെ ഇതാ സൺസെറ്റ് ആവാറായിട്ടോ.
നന്നായിട്ട് തിരയടിക്കുന്നുണ്ട്. ഞാൻ കുറച്ചൊക്കുള്ളിലേക്ക് പോയി, അതേപോലെ തിരയടിക്കുമ്പോഴാ പുറകോട്ട് വന്നുകൊണ്ടിരിക്കുന്നതാ കേട്ടാ. ഇന്ന് കുളിക്കാനുള്ളൊരു ഇതിലല്ല വന്നിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ ഇറങ്ങുന്നില്ല. അങ്ങനെ ഇതാ സൂര്യൻ മറഞ്ഞു പോയി. ഇപ്പോൾ ഇതാ തിരയൊക്കെ ഏകദേശം ഒന്ന് കാമായിട്ടുണ്ട് കേട്ടോ. നേരത്തെ കുറച്ച് ഭയങ്കര ഹെവി ആയിട്ട് വേവ്സ് വരുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ കുറച്ച് കാമായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിങ്ങനെ കുറച്ച് സമയം കൂടി ഇരുന്നിട്ട് വീട്ടിലേക്ക് പോവും. ചേട്ടനും മോളും വെള്ളത്തിലിറങ്ങിയിട്ടുണ്ട്. മോക്ക് പിന്നെ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം വെള്ളത്തിലിറങ്ങിയില്ലെങ്കിൽ അവൾക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ അവർ രണ്ടുപേരും വെള്ളത്തിലിറങ്ങി കളിക്കട്ടെ. ഞാൻ കുറച്ച് സമയമൊക്കെ വെള്ളത്തിലിടുന്നു. ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോ എന്നുണ്ടെങ്കിൽ ചെറിയൊരു മിനി വ്ലോഗാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഷെയർ ചെയ്തെടുക്കാനും മറക്കണ്ട കേട്ടോ. കൂടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ദിസ് ഇസ് പ്രതീക്ഷ സൈനിങ് ഓഫ് ഫ്രം ടേസ്റ്റി ട്രാവൽ ഡയറീസ്.